തിരുവനന്തപുരം മുട്ടടവാടിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന്റെ തെളിവ് പുറത്തുവന്നു. വൈഷ്ണ രേഖപ്പെടുത്തിയ ടി.സി നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ്. ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. അപ്പൊ 2 വർഷം കൊണ്ട് നിങ്ങളാണ് ഇവിടെ താമസം. ചേട്ടാ ഞാൻ പുള്ളിയെ വിളിച്ചോളാം. എന്നെ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആര്യ രാജേന്ദ്രന്റെ മേയറുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ്. മുട്ടടയിൽ LDF-ന് CPM-ന് നല്ല മുൻതൂക്കമുണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ 400 വോട്ടിനെങ്കിലും ജയിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വൈഷ്ണ എത്തിയാൽ അത് തിരിച്ചടിയാകുമെന്ന് കണ്ടുള്ള ഇടപെടലായിട്ടാണോ അതിനെ കാണേണ്ടത്? രാഷ്ട്രീയമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് സ്മൃതി പുറത്തേക്ക് വന്നത്. കാരണം ഇതിൽ വൈഷ്ണയുടെ വോട്ടർ ലിസ്റ്റിലെ പേര് മാറ്റാൻ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ദിനേശ് പരാതി നൽകിയതിന് പിന്നാലെ ഇലക്ഷൻ ഓഫീസർ റവന്യൂ വകുപ്പിലെ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ജെ കാർത്തിക എന്നു പേരുള്ള ക്ലർക്കിനെ വിട്ട് അന്വേഷണം നടത്തുകയും വൈഷ്ണ അവിടെ താമസിക്കുന്നില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് വെട്ടുകയാണ് ആദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഹിയറിംഗ് വിളിച്ചപ്പോൾ വൈഷ്ണ ആ വീടും വൈഷ്ണയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില രേഖകൾ കോർപ്പറേഷന് നൽകി. ഈ രേഖകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലുള്ള 2 സ്റ്റാഫുകൾ ഈ വൈഷ്ണ ഹിയറിംഗിൽ നൽകിയ രേഖയിൽ പറയുന്ന TC നമ്പർ 18/856 എന്ന നമ്പറിലുള്ള വീട്ടിലെത്തി ആ വീട്ടുടമയോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി വൈഷ്ണ ഇവിടെ താമസിക്കുന്നില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഇവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടിയും ഇല്ലാത്ത ആളുകളായിരുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ മൃഗീയ ഭൂരിപക്ഷത്തിൽ CPM വിജയിക്കുന്ന ഒരു സ്ഥലത്ത് രാഷ്ട്രീയ ഇടപെടൽ വൈഷ്ണ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ നടത്തി എന്ന് വ്യക്തമാവുകയാണ്. മേയറുടെ ഓഫീസിന്റെ ഇടപെടലാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.